ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സമയം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളടുത്ത് നിങ്ങളുടെ ഏഞ്ചൽ ഗാർഡിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഉള്ള ഏഞ്ചൽ മെസ്സേജ് എന്ത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ ഈ സമയം നോക്കാൻ പോകുന്നത്. ഇതൊരു എന്താ പറയുക, ഏഞ്ചൽ ഗാർഡിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏഞ്ചൽ ഗാർഡിയൻസ് മാത്രമല്ല, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു എനർജിക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഡിവൈൻ പവറിന് ഈ സമയം നിങ്ങളടുത്ത് എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ സമയം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം കാമായിട്ട് ക്വയറ്റായിട്ട് മാക്സിമം കേട്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എനിക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസും എനിക്ക് കാർഡിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളും ഞാൻ മാക്സിമം എന്താണോ നിങ്ങളുടെ അടുത്ത് പറയാൻ നിങ്ങളുടെ ഡിവൈൻ ആഗ്രഹിക്കുന്നത് അത് ഫുള്ള് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ സൺ എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്തൊരു പർപ്പസിലോട്ട് നിങ്ങൾ എത്തേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ സമയം വലിയ രീതിക്കുള്ള സക്സസ്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ്സോ ഒന്നും ഉണ്ടാവാനുള്ള ചാൻസസ് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അത് വരാൻ പോകുന്ന, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ പർപ്പസാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു സക്സസ്സാണ് നിങ്ങളെ തേടി നിൽക്കുന്നത്. പക്ഷെ നിങ്ങളിവിടെ ചെറിയ എന്തോ ഒരു ലൂപ്പിൽ പെട്ടുപോകാതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ചിന്താഗതി ഭയങ്കര ചെറുതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്ന ഭയങ്കര ലൂപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാൻറ്റസി വേൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണയോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ എന്തോ ചെറിയ കാര്യത്തിൽ പെട്ടുപോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. ഒന്നേ നിങ്ങളുടെ കരിയറിലായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻസിലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. നിങ്ങളുടെ ചെറിയ ലോകത്ത് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കത് കാണാൻ വയ്യാഞ്ഞിട്ടാണോ എന്ന് ഇവിടെ അറിയാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സക്സസ്സും ഹാപ്പിനെസ്സും എല്ലാം വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരിധിയുണ്ട്. ഒരു ചിന്തകൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്കൊരു പരിധി വെച്ചിരിക്കുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കൊരു പരിധി ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഹാപ്പിനെസ്സും സക്സസ്സും എൻജോയ്മെൻറ്റിനും കുറവോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ലൂപ്പ് ഭേദിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് എന്താണ്, അല്ലെങ്കിൽ എനിക്കെന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളൊരു ലൂപ്പിലാണ് പെട്ട് നിൽക്കുന്നത്. ലൂപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഒരു പിടിയിൽ, അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ഒരു 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 എന്താ പറയുക, ഒരു ജയിലിൽ പെട്ടെന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് എന്നൊക്കെ പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു വേൾഡിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ്. അവിടെ ആരുമില്ല. നിങ്ങളുടെ ചിന്തകളും കാര്യങ്ങളും മാത്രം, നിങ്ങളായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ചില കാര്യങ്ങളും നിങ്ങളായിട്ട് ചിന്തിച്ച് കൊണ്ടുപോകുന്ന ചില സംഭവങ്ങൾ മാത്രം കൊണ്ടുപോയിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു വേൾഡിൽ മാത്രം ജീവിക്കുന്ന ഒരു മെൻറ്റാലിറ്റി. അതായത് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതാണ് സത്യം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ് അതാണ് സത്യം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന വ്യക്തി അതാണ് സത്യം എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഡിവൈൻ പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് അതിലും എത്രയോ ഉപരിയാണ് നിൻ്റെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ അതിൽ എത്രയോ ഉപരിയാണ് നിൻ്റെ എനർജി എന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കടത്തി വിടാത്തതായിരിക്കണം. വേണം എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഹാപ്പിനെസ്സിലോട്ട് കടത്തി വിടാത്തതായിരിക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ മെൻറ്റാലിറ്റിയും കൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വേൾഡിലാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വേൾഡിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു വേൾഡിൽ നിന്ന് പുറത്ത് കിടക്കണം. അതായത് ഇവിടെ കാണിക്കുന്ന സംഭവം നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾ പൊട്ടിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ നിൽക്കുന്ന എന്ത് സിറ്റുവേഷൻസ് ആയാലും, നിങ്ങൾ നിൽക്കുന്ന എത്രത്തോളം വലിയ പ്രോബ്ലംസാണ് നിങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രത്തോളം വലിയ ഒരു ഇൻസിഡൻറ്റിലാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനിയിപ്പോൾ എത്ര വലിയ ട്രോമ എന്ന് പറഞ്ഞാലും, എത്ര വലിയ ആരോഗ്യ പ്രശ്നം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ സൺ എനർജിയാണ് കാണിക്കുന്നത്. അത്രയും എനർജി നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ആ ഒരു എനർജി നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കണം എന്നുണ്ട്. ഇപ്പം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, ഓരോ മനുഷ്യർക്കും ഒരു എനർജി ഉണ്ട്. അതായത് ഡിവൈൻ തരുന്നൊരു എനർജി ഉണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു എനർജിയിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളും പ്രോബ്ലംസും നിങ്ങളൊരു സക്സസ് പീരീഡ് വരെ വരും. അത് കണ്ട് പിന്നെയും നമുക്ക് ഡൗൺ ആവും. എങ്കിലും നിങ്ങൾക്ക് ആ ഒരു സക്സസ്സിലോട്ട് തന്നെ പോകാനുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ സക്സസ്സിലോട്ട് തന്നെ കയറും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ചെറിയൊരു ഇൻസിഡൻറ്റ് വരുമ്പോൾ, ചെറിയൊരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്.
ചില ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയുന്ന പക്ഷെ നിങ്ങൾക്ക് ഈ സമയം വരാൻ നിൽക്കുന്ന, പക്ഷേ ഇത് കഴിഞ്ഞിട്ട് സമയം നിങ്ങൾക്ക് ഒരു ഭയങ്കര ബ്ലെസ്സിങ്സ് വരാൻ പോകുന്നുണ്ട് ഇവിടെ. കാരണം നിങ്ങളുടെ എനർജി ഇതായിട്ട് ഇവിടെ കാണാൻ പറ്റും. എനിക്ക് ഇവിടെ ഒരു ലൂപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു എന്തോ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ പെട്ട് കിടക്കണം, എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പെട്ട് കിടക്കണം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര വലുതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ എനർജി ഭയങ്കര വലുതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ എനർജി നിങ്ങൾ ഈ സമയം പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് ഡിവൈൻ ഭയങ്കരമായിട്ടും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിന് വേണ്ടിയിട്ട് കൂടുതലും പരിശ്രമിക്കുക എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഓറ ഈ സമയത്ത് ഭയങ്കരമായിട്ടും വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഓറ പവർ മാത്രമല്ല, നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ക്ലെൻസ്ഡ് ആവുന്നുണ്ട്. അതായത് ഈ സമയം നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എന്തായാലും, നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് എന്തായാലും, ആ സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം ഉടനെ ചേഞ്ച് ആവുന്നുണ്ട്, ഉടനെ മാറ്റുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി ചിലപ്പോൾ ഭയങ്കര മോശമായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പക്ഷേ ആ സിറ്റുവേഷൻസ് എങ്ങനെയോ ചേഞ്ച് ആവുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ പ്രോബ്ലംസും കാര്യങ്ങളും മാറിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു എനർജി സക്സസ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ കമ്മിറ്റഡ് ആകാൻ പോകുന്നു എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില പോസിറ്റീവ് എനർജിയുമായിട്ട് നിങ്ങൾ കമ്മിറ്റഡ് ആവാൻ പോകുന്നു. നിങ്ങൾ ഭയങ്കരമായിട്ടും വീട്ടിലിരുന്ന് അലസമായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം, കരിയർ റിലേറ്റഡ് ആയിട്ട് സക്സസ് ആവുന്നുള്ള ആൾക്കാരായിരിക്കും, ബിസിനസ്സിലൊക്കെ ഒരുപാട് പൈസയും കാര്യങ്ങളെല്ലാം ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് വരുന്നില്ല, ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല, ഒരു മനസമാധാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഗുരുതുല്യനായിട്ടുള്ള ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പോകുന്നു. ഒരു വ്യക്തി നമ്മളുടെ ലൈഫിലോട്ട് വരുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിലോട്ട് ഒരു വ്യക്തി കടന്നു വരുന്നത്. ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം എന്താ പറയുക, ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനുള്ളൊരു ചാൻസസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തി ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ വ്യക്തി മൂലം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യും. ആ വ്യക്തി മൂലം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ആ വ്യക്തി നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വരുന്നൊരു സോളായിട്ട് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അത് ഈവൻ നിങ്ങൾ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പിതൃക്കന്മാരുമായിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസുമായിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളെക്കാളും കുറച്ചും കൂടെ ഏജുള്ള ആൾക്കാർ വഴി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും കഴിഞ്ഞ് വന്ന നിങ്ങൾക്ക് പാസ്റ്റുമായിട്ടൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉള്ള ഒരുപാട് ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയം എന്ന് പറയുന്നത് എനർജി ഫ്ലോ ആവുന്നത് മരങ്ങളിൽ നിന്നും കാറ്റിൽ നിന്നും. നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താണെന്ന് ഈ സമയം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഒരുപാട് ഫീല് ഉണ്ടാകുന്ന ഒരു സമയത്തിലോട്ട് നിങ്ങൾ കടന്നു പോകും. നിങ്ങൾക്കെല്ലാം ഫീല് ചെയ്യാൻ പറ്റും. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു റിലേഷൻഷിപ്പ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണെങ്കിലും, ബിസിനസ്സിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവില്ല, ഒരു കോമ്പറ്റീഷൻ ഫീൽഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും, ഒരു കണ്ണേറോ ദൃഷ്ടിദോഷം അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് മാത്രമല്ല, ഓരോ ആൾക്കാർക്കും അത് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് പാഷനേറ്റായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ കയ്യിൽ നിന്നും വേറൊരു രീതിയിലോട്ട് പോകുന്ന സമയത്ത് നമുക്കത് താങ്ങാൻ പറ്റത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഒരുപാട് പേർക്ക് ട്രോമാസും പ്രശ്നങ്ങളും എല്ലാം ഇൻസിഡൻറ്റും ക്രിയേറ്റഡ് ആവുന്നത്. സോ ആ സമയത്ത് നമ്മൾ പല സിറ്റുവേഷൻസും പോയേക്കാം, പല ലൂപ്പുകളിലും വീണേക്കാം, പല മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വീണേക്കാം. അതിനുശേഷമായിരിക്കും നമുക്ക് ഒറിജിനൽ എന്താണ്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്താണ്, നമ്മൾ നിജം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡും സിറ്റുവേഷൻസും കഴിഞ്ഞ് നമ്മൾ റിയാലിറ്റിയിലോട്ട് വരുന്ന നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിൽ കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവുന്നുള്ളൂ. അതിന്ന് വരെ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിലെ പാവയായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അത് ഈവൻ റിലേഷൻഷിപ്പിലായിരിക്കും ആ സമയത്ത് നമ്മളെ മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും. പക്ഷേ ഇത് നിങ്ങൾ പഠിക്കേണ്ട ഒരു സ്റ്റേറ്റാണ്. അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ കമ്മിറ്റഡ് ആവുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് പാഠങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, ഒരുപാട് എക്സ്പീരിയൻസ്ഡ്. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്ലോ ഇല്ലായിരുന്നു, ഒരു എനർജി ഇല്ലായിരുന്നു, ഒരു ഡൗൺഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയായിരുന്നു, ഒരുപാട് ട്രോമാസ് നിങ്ങളുടെ ലൈഫിലുണ്ട്, നിങ്ങൾക്കൊന്നിനും കമ്മിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കൊരു മനസ്സമാധാനം ഇല്ല. ഒറ്റയ്ക്കിരുന്നാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു, ഒരുപാട് ഡിപ്രഷൻ ആവുന്നു, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നു. പക്ഷേ നിങ്ങളെക്കാളും ഒട്ടും ഇല്ലാത്ത ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ജെലസ് ആവുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ
ഈ ടൈം പീരീഡ് ഇവിടെ വരുന്നത് നിങ്ങൾ കമ്മിറ്റഡ് ആകാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു കാര്യം, ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ആ വ്യക്തി നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യിപ്പിക്കും, പഠിപ്പിക്കും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ടിൻ ഫ്ലെയിമോ സോൾമേറ്റ് അങ്ങനത്തെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു എനർജി, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന, അതായത് നിങ്ങളെ യൂസ് ചെയ്യാത്തൊരു വ്യക്തി, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാത്തൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിവൻ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, നിങ്ങളുടെ അമ്മയായിരിക്കാം, നിങ്ങളുടെ അച്ഛനായിരിക്കാം, നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് വരുന്ന ഫ്രണ്ട് ആയിരിക്കാം. ഏതോ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല, പല സ്പിരിച്വൽ ഗൈഡ്സ് വഴിയും പല സ്പിരിച്വൽ ഗുരുക്കന്മാർ വഴിയും നിങ്ങളുടെ ലൈഫിലോട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്രത്യക്ഷമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന വീഡിയോസ്, അപ്രത്യക്ഷമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചില ആൾക്കാർ വഴി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അറിവും ഒരുപാട് നോളജും കിട്ടുന്നു. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ ഈ സമയം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരും. ഈ സമയം ചില അപ്പൂപ്പന്മാരായിരിക്കാം, ചില നല്ല ഏജുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങളെ മുഖം നോക്കിയിട്ടൊക്കെ വന്ന് ചുമ്മാ വന്ന് സംസാരിച്ചിട്ട് പോകുന്നതായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരു ട്രെയിൻ യാത്ര പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെറുതെ വന്ന് നിങ്ങളുടെ പർപ്പസൊക്കെ ചുമ്മാ ഒന്ന് പറഞ്ഞിട്ട് പോകും. പർപ്പസ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നിയോഗിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ നീ നിയോഗിക്കപ്പെട്ടവളാണ്, അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകും. ചില ക്ലൂകൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടും. ഞാൻ എന്തിനാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത്, ഞാൻ ആരായിരുന്നു എന്നൊക്കെ ഉള്ള ചില ക്ലൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അതിവൻ സ്പിരിച്വൽ ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങളെക്കാളും ഏജ് കുറഞ്ഞ ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചതിനും മുകളിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കാണ് കഴിവ് കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഭയങ്കരമായിട്ടുള്ള എനർജി ഉള്ളതെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഈഗോ പൊസസീവ്നെസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ സമയമായിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച്. ആ സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം മാറിയതിന് ശേഷം, ഇപ്പം നിങ്ങൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിന്ദിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനേലും നിന്ദിച്ചു, അതായത് നിങ്ങൾ ഒരു മുസ്ലിം ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദുവിനെ നിങ്ങൾ നിന്ദിച്ചു, നിങ്ങളൊരു അന്യമതസ്ഥനാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു മതത്തിനെ നിങ്ങൾ നിന്ദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ വന്നിട്ട് നിന്ദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മതത്തിനെ വിശ്വസിച്ചിരിക്കും, ആ മതത്തിനെക്കുറിച്ച് നിങ്ങൾ എല്ലാം പഠിച്ചിരിക്കും. 100% ഞാൻ ഗ്യാരൻ്റി ആയിട്ട് പറയുന്നു. നിങ്ങൾ പണ്ട് മുസ്ലിം ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചു, ഒരു മലപ്പുറത്തോ അല്ലെങ്കിൽ കോഴിക്കോട് അങ്ങോട്ടുള്ളൊരു ഒരാൾ, ഒരു പെണ്ണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അന്യമതസ്ഥയായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലക്രമേണ നിന്ദിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ മതം എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാലം മാറ്റി നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തിയിരിക്കും എന്നുള്ള ഞാൻ 100% നിങ്ങളടുത്ത് ഗ്യാരൻ്റി ആയിട്ട് പറയാം. പണ്ട് നിങ്ങൾ എന്തിനെയൊക്കെയാണോ നിന്ദിച്ചത്, അത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, ഒട്ടും നിങ്ങൾ ചെയ്യൂല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്തിട്ടേ പോകുള്ളൂ. സോ യൂണിവേഴ്സിനെയും നിങ്ങളെയും ഡ്രഗ്സിനെയും അതുപോലെ തന്നെ സയൻസിനെയും ദൈവത്തിനെയും കയറി വെല്ലുവിളിക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം എന്ന് പറയുന്നത് അവർക്ക് നമ്മളെക്കാളുമൊക്കെ പണി അറിയാമെന്നുള്ള ആൾക്കാരാണ്. സോ ഗുരുതുല്യമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഈ സമയം വന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓരോരോ എനർജി എന്താണ്, ഓരോരോ എനർജിയിൽപ്പെട്ട ആൾക്കാരെന്താണ്, മനുഷ്യന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അളക്കാൻ പറ്റും. നിങ്ങളുടെ അളവുകോല് കൊണ്ട് നിങ്ങൾക്ക് മനുഷ്യനെ അളന്നു മാറ്റാൻ പറ്റുന്ന ഒരു സമയമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റും. നിങ്ങളടുത്ത് തെറ്റ് ചെയ്ത വ്യക്തികളായാലും തെറ്റ് ചെയ്യാതെ പോയ വ്യക്തികളായാലും നിങ്ങൾക്ക് ഈ സമയം തെറ്റ് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരായിരുന്നില്ല യഥാർത്ഥ തെറ്റുകാരി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. തെറ്റ് ചെയ്യാതെ നിങ്ങളെ സ്നേഹം പ്രകടിപ്പിച്ച് നിന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് റിയലൈസ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും റിയലൈസായി വരുന്ന, ഓരോന്നും മനസ്സിലായി വരുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ കമ്മിറ്റഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കരിയർ, നിങ്ങൾ നിങ്ങളിലോട്ട് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു പോകുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും വെറുതെ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. വെറുതെ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി ആരും ആഗ്രഹിക്കത്തില്ല. വെറുതെ ഒറ്റയ്ക്കിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. വെറുതെ ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള, ചിലപ്പം എഴുത്തായിരിക്കാം, ചിലപ്പോൾ പാട്ട് പാടുന്നതായിരിക്കാം, ചിലപ്പം വെറുതെ നിന്ന് തുള്ളി ചാടുന്നതായിരിക്കാം, ചിലപ്പം എന്താ പറയുക അവിടെ നിന്നിറങ്ങി ഓടുന്നതായിരിക്കാം, ചിലപ്പോൾ ട്രാവൽ പോകുന്നതായിരിക്കാം, ചിലപ്പോൾ 2 കൂട്ടാനെ വിളിച്ച് 2 തെറി പറയുന്നതായിരിക്കും. സോ ഒറ്റയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് പഠിക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡിപ്പെൻഡൻസി മാറ്റിയിട്ട് കമ്മിറ്റഡ് ആവുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നു. ഒരുപാട് കാര്യങ്ങളുമായിട്ട് നിങ്ങൾ കമ്മിറ്റഡ് ആവുന്നുണ്ട്. ഒറ്റയ്ക്ക് നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്ത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് റിയലൈസ് ആവുന്നുണ്ട്. മറ്റുള്ള ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയം എന്ന് പറയുന്നത് ഒരുപാട് റിയലൈസേഷൻ ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാട് റിയലൈസേഷൻ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്കത് റിലീസ് ആവും, അല്ലെങ്കിൽ റിയലൈസ് ആവും.
സോ അതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ സമയം കമ്മിറ്റഡ് ആവുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നു, കമ്മിറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ സമയം നിങ്ങളുടെ എനർജി ആയിരിക്കും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന, നിങ്ങളുടെ ലുക്കോ മറ്റു കാര്യങ്ങളോ ഡ്രസ്സിങ്സോ ഒന്നും നിങ്ങൾ നോക്കാനുള്ള ചാൻസസ് ഒന്നും വലിയ രീതിക്ക് ഇല്ലെന്നുണ്ടെങ്കിലും ആരോഗ്യം നോക്കും, ഹെൽത്ത് നോക്കും, മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ സമയം നോക്കാനുള്ള ചാൻസസ് ഇല്ല. മറ്റുള്ളവരെ ആലോചിച്ച് വിഷമിക്കാനുള്ള ചാൻസസ് ഈ സമയത്ത് കുറവാണെങ്കിലും വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട്. പിന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും നല്ല ഭാഗം ഏതാണ്, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പം കണ്ണായിരിക്കും നല്ലത്, ചിലപ്പം എനിക്ക് എൻ്റെ സംസാര രീതി ആയിരിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് റിയലൈസ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നു. അല്ലെന്നുണ്ടെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അടുത്തൊരു പ്രൊമോഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിലോട്ട് കമ്മിറ്റഡ് ആയിരുന്നു പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ അവന് മനസ്സിലായി, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുകയാണ്, ഞാൻ ഇങ്ങനെ പഠിച്ചാലാണ് എനിക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താലേ ഇത് കറക്റ്റഡ് ആവുള്ളൂ എന്നൊക്കെ ഉള്ളൊരു അവബോധം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളെ യൂണിവേഴ്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. യൂണിവേഴ്സ് വഴി ഒരുപാട് ക്ലൂ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പണ്ട് ചെയ്ത കാര്യങ്ങളോ പണ്ട് റിയലൈസ് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പണ്ട് മനസ്സിലാക്കിയ സത്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് പുറമെ പോകുന്ന സമയത്ത് നിങ്ങളത് ചിന്തിക്കും, ഞാൻ മനസ്സിലാക്കിയ സത്യമായിരുന്നില്ല യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റും. സോ എല്ലാം പൊട്ടിച്ച് ഇറങ്ങി ഓടിയാലോ എന്നൊക്കെ തോന്നുന്ന സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് സ്പിരിച്വൽ അവേക്കിൻ്റെ ഭാഗമായിട്ട് ചില കണ്ണേറും കമ്പയറും ദൃഷ്ടിദോഷമൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഓറ വലിയ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഓറ ആയതുകൊണ്ട് അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നു. കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഈ സമയത്ത് നാച്ചുറലുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ നാച്ചുറലുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി നോക്കുക, നടക്കാൻ വേണ്ടി നോക്കുക, രാത്രി കാലങ്ങളിൽ പീസ്ഫുള്ളായിട്ട് എനർജി അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഈ സമയം നോക്കുക, നല്ല രീതിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എനർജി എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള സിറ്റുവേഷൻസും മറ്റുള്ള ആൾക്കാരെ നോക്കി ഒന്നും ക്രിയേറ്റീവായിട്ട് അവരെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കണ്ടുപിടിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോമാണ്, പെട്ടെന്നുണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു ചേഞ്ചാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കോ കൂടെ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ലൈഫിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് സഹിച്ചു എന്ന് വരത്തില്ല. സോ നിങ്ങൾക്ക് ഈ സമയം ഒരുപാട് എതിരാളികൾ ഉണ്ടാവുന്നുണ്ട്, ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുന്നുണ്ട്, ഈ സമയം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് പ്രയത്നിക്കണം എന്നതുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ഈ സമയത്ത് എഗെയിൻസ്റ്റ് ആവും. അവരുടെ മനസ്സിൽ ചിലപ്പോൾ ദേഷ്യം തോന്നിയേക്കാം, അവരുടെ മനസ്സിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് തോന്നിയേക്കാം. നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഒരു പെട്ടെന്നൊരു എനർജി നിങ്ങൾക്ക് ഇപ്പോൾ കയറി ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു സക്സസ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് തോന്നിയിട്ട് ഈഗോ പോസസീവ്നെസ് അതൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടാവാം. കൂടോത്രം, മന്ത്രവാദം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് ഫാമിലി റിലേറ്റഡ് അല്ലെങ്കിൽ തന്നെ ഇങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആരാണോ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങളെ ആരാണോ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്, അവർക്ക് തന്നെ അത് തിരിച്ചടിയായിട്ട് പോകുന്നു എന്നുള്ളതായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ചതിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ അവസ്ഥ ഭയങ്കര കഷ്ടപ്പാടായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ വ്യക്തി നിങ്ങളുടെ കർമ്മയും കൂടെ ചെയ്ത് തീർക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളൊരു ഒരു സോളാണ്, പ്യുവറായിട്ടുള്ളൊരു സോളൊക്കെയാണെങ്കിൽ എനിക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ തരാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് മറ്റുള്ളൊരു വഴി നിങ്ങളുടെ ലൈഫിൽ വരാനും ഉള്ള ഒരു പ്യുവർ സോൾ നിങ്ങളുടെ ലൈഫിലുള്ളവർ കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നശിപ്പിക്കുന്നതായിട്ടും നിങ്ങൾ തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ചിന്തകൾ തന്നെയാണ് നിങ്ങളെ നശിപ്പിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ലോസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്കൊരു ഗ്രോ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങൾ പഴയ സോളാണ്, പുതിയ സോളായിട്ട് കാണാൻ പറ്റുന്നില്ല. സോ പഴയ സോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ ബാക്കി വെച്ച് പോയ സോളാണെന്നുള്ള ഈ സമയം വന്ന് നിങ്ങളത് തീർക്കേണ്ടി വരും. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാൽക്കീഴിൽ നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ സമയം തിരിച്ചു വന്ന് അടിച്ചു പൊളിച്ച് ലൈഫ് എൻജോയ് ചെയ്തിട്ട് പോകണം. ഇനിയിപ്പോൾ ജനിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോ അവരൊക്കെ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് ചുമ്മാ ലൈഫ് അടിച്ചു പൊളിച്ച് പോകുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതാ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് ആരിൽ നിന്ന് എങ്ങനെ കിട്ടുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷേ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നു.
എന്തിനോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെയൊക്കെയോ ആഗ്രഹപ്രകാരം ആരെയൊക്കെയോ ഡിസിഷന് പുറമെ നിങ്ങളിവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. നിങ്ങളെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ചില ആൾക്കാരുടെ കടമയായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ എനിക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തർ പേഴ്സണൽ റീഡിങ് എടുത്താലേ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പാസ്റ്റ് ലൈഫ് സോളാണ്. അതായത് ഒരുപാട് എൽഡറാണ് നിങ്ങളെ സംബന്ധിച്ച്. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സിറ്റുവേഷൻസും താണ്ടി പണി അറിഞ്ഞ് വന്ന സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു സാധനങ്ങളും അങ്ങനെ വന്ന് ഏക്കുന്നതായിട്ടൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ലൈസൻസ് കിട്ടുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ ഒരുപാട് നിങ്ങൾ തളർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച്, സ്പിരിച്വൽ പരമായിട്ട് ദൈവത്തിനൊക്കെ ഒരുപാട് വിശ്വസിച്ച് നിന്ന വ്യക്തികളാണ്. നിങ്ങൾക്കിപ്പോൾ ഒന്നിനും ട്രസ്റ്റിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സോ എന്തോ ഒരു സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നു. ഭയങ്കര ഒരു അടിച്ചു പൊളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തോ ഒരു ഏജ് ആയ ആൾക്കാരായാലും ഏജ് അല്ലാത്ത ആൾക്കാരായാലും നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നു. ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു ലൈസൻസ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു എവിടെ നിന്ന് ഒരു കയ്യൊപ്പം നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ എനർജി മെയിൻറ്റെയിൻ ആയിട്ട് പോകാൻ വേണ്ടി നോക്കുക. സോ ഇത് തന്നെയാണ് ഈ ഒരു വീഡിയോ നമുക്ക്. അപ്പം നമുക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രേസ്ലെറ്റ്, അതായത് നെഗറ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസ് നേരിടുന്ന ആൾക്കാർ, കണ്ണീർ, കമ്പീർ, ദൃഷ്ടിദോഷം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അപ്പം എന്താ പറയുക, പെട്ടെന്ന് ഇതങ്ങ് സ്റ്റക്കായിപ്പോയി. സോ വല്ല കണ്ണേറോ കമ്പയറോ ദൃഷ്ടിദോഷം പരമായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഇത് ബ്ലാക്ക് മാജിക് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ല, ഒരു സ്ലീപ്പ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ അല്ലെ എന്തെങ്കിലും കാര്യത്തിൽ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് ഈ ഒരു കല്ലിൻ്റെ പ്രത്യേകത അങ്ങനെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ബാൻഡഡ് അഗറ്റ് എന്നാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് പേര്. നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതത്ര വലിയ ഫേമസ് ആയി വരുന്നില്ല, അല്ലെങ്കിൽ അത്ര ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോൺസ് അല്ല. അതായത് ഇത് ഉപയോഗിക്കുന്നത് കൂടുതലും ബ്ലാക്ക് മാജിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കണ്ണീറിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ദൃഷ്ടിദോഷത്തിന് നെഗറ്റീവിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ ഫുള്ള് നമുക്കൊരു ഒരു ബ്ലാക്ക് ആയിട്ട് തോന്നും എന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ബ്ലാക്ക് അല്ല. ഇതൊരു ഫുൾ അകത്തുനിന്നൊരു നമ്മളൊരു ഗ്രഹത്തിൻ്റെയൊക്കെ ഒരു അനന്തർ ഗ്രഹത്തിൻ്റെയൊക്കെ ഒരു സംഭവമായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്ക് ആൾക്കാർ നെഗറ്റീവ് അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സമ്മറീസും കാര്യങ്ങളെല്ലാം ഇട്ടുതരാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, നമുക്കപ്പം അടുത്തൊരു വീഡിയോയിട്ട് കാണാം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ബൈ, ടാറ്റ, സി യു.